അമ്പലപ്പുഴയിലെ നിയുക്ത എംഎൽഎ ജി സുധാകരൻ പാണക്കാട് എത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, രാഷ്ട്രീയമായി ദീർഘകാലം എതിർചേരിയിലായിരുന്നു. അപ്പോഴും ഈ നേതാക്കളുമൊക്കെയായി പുലർത്തുന്ന സൗഹൃദമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരേ ചേരിയിലാണ്. എങ്കിലും ഈ ഒരു സന്ദർശനത്തിന് രാഷ്ട്രീയമായി വേറെ പ്രാധാന്യമുണ്ടല്ലോ അനുമോദ്. തീർച്ചയായും അഭിലാഷ്, നമുക്കറിയാം ജി സുധാകരൻ ഇടതുപക്ഷത്തിന്റെ വലിയ നേതാവായിരുന്നു, മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം പാണക്കാട് എത്തുന്ന ഒരു സാഹചര്യം മുൻപൊരിക്കലും നമുക്ക് രാഷ്ട്രീയമായൊരു കൂടിക്കാഴ്ചക്കായിട്ട് എത്തുന്ന സാഹചര്യം നമുക്കൊരിക്കലും മുമ്പ് സങ്കല്പിക്കാൻ കഴിയാത്തതായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം UDF-ന്റെ പിന്തുണയോടെ സ്വതന്ത്രമായി ജയിച്ചതോടെ അദ്ദേഹം UDF-ന്റെ ഒരു സ്വതന്ത്ര MLA ആയി മാറുന്ന മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാണക്കാട്ടേക്ക് UDF-ന്റെ MLA-മാർ എത്തുന്ന അതേ രീതിയിൽ തന്നെ അദ്ദേഹവും എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്. അതോടൊപ്പം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയും മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇവിടെ UDF-ന്റെ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കോൺഗ്രസിന് പരിഹാരം കാണാത്തൊരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഏറെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് VD സതീശന് വേണ്ടി മുസ്ലിം ലീഗ് വലിയ ശക്തമായ നിലപാട് അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ, കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ ജി സുധാകരനുമായിട്ട് ഇവർ ഇക്കാര്യങ്ങൾ ആശയവിനിമയം നടത്തുമോ, ജി സുധാകരന്റെ നിലപാട് എന്താകും എന്നുള്ളതൊക്കെ അറിയേണ്ട ഒന്ന് തന്നെയാണ്. എന്താണെങ്കിലും അല്പസമയത്തിനകം നേതാക്കൾ മാധ്യമങ്ങളെ ഒരുമിച്ച് കാണുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. മുഖ്യമന്ത്രി തർക്കം എവിടെയും എത്താത്തൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നീക്കങ്ങൾക്ക് ജി സുധാകരന്റെ പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് നമുക്കിനി കണ്ടറിയേണ്ടതായിട്ടൊന്ന്. യെസ്, അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പക്ഷേ രാഷ്ട്രീയമായി ഒരേ ചേരിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അത് ഒരു പരിധിവരെയൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ ജി സുധാകരനെ പോലെ ഉള്ള മുതിർന്ന CPIM നേതാവ് CPIM-ൽ നിന്ന് മാറി പിന്നീട് വിമത സ്ഥാനാർത്ഥിയായി മാറുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും പറഞ്ഞത് അദ്ദേഹം പാർട്ടിയൊന്നും വിട്ടിട്ടില്ല, പാർട്ടി അംഗത്വം പുതുക്കാതിരിക്കുകയാണ് ചെയ്തത് എന്നൊക്കെയാണ്. എങ്കിലും നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. ആരെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്? CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് അമ്പലപ്പുഴയിൽ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായി തന്നെ, മുന്നണിയുമായി കൈകോർത്തുകൊണ്ട് തന്നെ പോകുന്നു. അതിനിടയിലാണ് പാണക്കാട് എത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ആ കൂടിക്കാഴ്ചയിൽ സാന്നിധ്യമാവുകയും ചെയ്തു. ഇനി നമ്മൾ താരസംഘടനയായ അമ്മയിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ വീണ്ടും തൊഴിൽ പീഡന പരാതി ഉയരുന്നു. 8 മാസം ജോലിയിലുണ്ടായിരുന്ന യുവാവാണ് പരാതി നൽകിയത്. ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ എന്നിവർക്കെതിരെയാണ് പരാതി. ശമ്പളം അടക്കം തടഞ്ഞുവെച്ചുവെന്നാണ് ആരോപണം. ഇതേ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു ജീവനക്കാരിയും തൊഴിൽ പീഡന പരാതി നൽകിയിരുന്നു. പരാതികൾ ചർച്ച ചെയ്യാൻ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. നവമി, ഈ യോഗം ആരംഭിച്ചോ? ഇങ്ങനെയൊരു സംഘടന, ആ സംഘടനയ്ക്ക് എന്തായാലും സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഉള്ള സംഘടനയല്ല. എന്തുകൊണ്ടാണ് ഈ തൊഴിൽ പീഡനം ഉൾപ്പെടെ അല്ലെങ്കിൽ ശമ്പളം നൽകുന്നില്ല എന്നതുൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇതിപ്പോൾ രണ്ടാമത്തെ പരാതിയാണ് പോലീസിന് മുന്നിൽ എത്തുന്നത്. ഈ 2 പരാതിയിൽ പറയുന്നതും അമ്മ ഓഫീസിലെ തൊഴിൽ പീഡനമാണ്. ഇത് രണ്ടും തന്നെ ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണ്. ഒന്ന് അതുല്യ, മറ്റൊന്ന് അപ്പു. ഇവർ രണ്ടുപേരുമാണ് പരാതി നൽകിയിരിക്കുന്നത്.
ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ അമ്മ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചേരുന്ന കമ്മിറ്റിയിൽ പ്രധാനമായും ഈ 2 പരാതികൾ തന്നെയായിരിക്കും ഉയർന്നു കേൾക്കുന്നത്. ഈ 2 പരാതികളും ഈ പരാതി ആരോപണ വിധേയരായിട്ടുള്ളത് ഒന്ന് ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലും മറ്റൊന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനുമാണ്. ഇരുവരും ചേർന്നാണ് ഈ രണ്ടുപേരുടെയും പരാതിയിൽ പറയുന്നത് ഇരുവരുമാണ് തങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ജോലി സമ്മർദ്ദമാണ് നൽകുന്നത്. 9 മണി മുതൽ 5 മണി വരെയാണ് ജോലി സമയമെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടും രാത്രിയും 11, 12 മണിക്കും ഒക്കെ വിളിച്ച് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ പോലും വിളിച്ചു വരുത്തി അവിടെ എത്തുന്ന താരങ്ങൾക്ക് ചായ ഇട്ട് കൊടുക്കാനും കോഫി ഇട്ട് കൊടുക്കാനും ആവശ്യപ്പെടുന്നു. ഒപ്പം ക്ലീനിങ് സ്റ്റാഫുകൾ ചെയ്യേണ്ട ബാത്റൂം ക്ലീനിങ് പോലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നാണ് അതിന്റെ ഇന്നലെ മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. അപ്പുവിന്റെ പരാതിയിൽ പറയുന്നത് തന്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. യാതൊരു കാരണവും കൂടാതെയാണ് തന്നെ ഈ സ്റ്റാഫ് ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് പകരം പുതിയൊരാളെ എടുത്തത്. ശമ്പളം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് നൽകുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ണി ശിവപാലും കുക്കു പരമേശ്വരനുമാണ് എന്നുകൂടി പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇവരുടെ വിശദീകരണം കൂടി യോഗത്തിൽ കേൾക്കാനാണ് സാധ്യത. ഇന്നലെ കുക്കു പരമേശ്വരനുമായി വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സ്റ്റാഫുകളുടെ ജോലി അത് കൃത്യമായിട്ട് അവർ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് പിരിച്ചുവിടുന്നത്. ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമയ്ക്കുന്നതാണ്. അത്തരത്തിൽ ഇവിടെ ഒരു തൊഴിൽ പീഡനം ഇല്ല എന്നൊരു വിശദീകരണമാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. പക്ഷെ ഉണ്ണി ശിവപാൽ വിദേശത്താണ്, അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് 2 ജീവനക്കാരും ഉന്നയിക്കുന്നത്. നോർത്ത് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നോർത്ത് പോലീസ് ഇന്നലെ തന്നെ അതുല്യയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതുല്യയുടെ പക്കലുള്ള തെളിവുകൾ ഉണ്ണി ശിവപാലിനെതിരായിട്ടുള്ള തെളിവുകളും പോലീസിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇന്നലെ ഈ 2 പരാതിക്കാരും പറയുന്നത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ശ്വേതാ മേനോനോട് പറയരുതെന്ന് കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തി എന്നുകൂടിയാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ ഇക്കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു വിശദീകരണം തേടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർച്ചയായ പരാതികൾ ഉയർന്നു വരുന്നു. എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നത്? ഈ പരാതിയുടെ ഉള്ളടക്കം, പരാതിയിലെ വസ്തുത, ഇതെല്ലാം തീർച്ചയായും താരസംഘടന ചർച്ച ചെയ്യുകയാണ്. മറ്റൊരു വാർത്ത, അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ മുഖ്യപ്രതി നജീബിന്റെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നതാണ്. അവയവം നൽകാമെന്ന് പറഞ്ഞ് നജീബ് നിരവധി പേരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി എന്നതാണ് കണ്ടെത്തൽ. 2 മുതൽ 5 ലക്ഷം രൂപ വരെ വാങ്ങിയതായാണ് വിവരങ്ങൾ. നജീബിന്റെ വിദേശത്തുള്ള സഹോദരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നവമി ദിനേശ് തന്നെയാണ് തുടരുന്നത്. നവമി, വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രാഥമികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഇപ്പോൾ എന്തെല്ലാമാണ് കൂടുതലായി പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നത്? നജീബിനെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപായി നടത്തിയ പരിശോധനകളിലാണ് നജീബ് അവയവ കച്ചവടത്തോടെ ലഭിച്ച പണം ഉപയോഗിച്ച് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട്, നിരവധി സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. അതോടൊപ്പം തന്നെ 2 അക്കൗണ്ടുകളുടെ വിവരം കൂടി ലഭിച്ചു. കൂടുതൽ അക്കൗണ്ടുകളുണ്ട് എന്ന് സംശയവും പോലീസിനുണ്ട്. അവയവം നൽകാമെന്ന് പറഞ്ഞ് നജീബ് നിരവധി പേരിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏകദേശം 2 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വാങ്ങിയിരുന്നത്. എന്നാൽ പണം തിരികെ കൊടുത്തിട്ടില്ല. പിന്നീട് അവരെ പറ്റിക്കുകയായിരുന്നു എന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ഇടപെടൽ നജീബുമായി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇടനിലക്കാരനായാണ് നജീബ് പ്രവർത്തിക്കുന്നത്. ആരാണ് നജീബിനെ ഇത്തരത്തിൽ അവയവദാനത്തിനായി സമീപിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ ഇതിലൊരു രാജ്യാന്തര ഇടപെടൽ ഉണ്ടെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നജീബിന്റെ സഹോദരൻ വിദേശത്തുണ്ടെന്നും സഹോദരനും ഇതിൽ പങ്കുണ്ടോ എന്നൊരു സംശയം പോലീസിന് ഉയരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആലുവ SP ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പത്രസമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരാനാകും, കൂടുതൽ വിവരങ്ങളും ലഭിക്കാനാകും. അഭിലാഷ്, തീർച്ചയായും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ അവയവ
ദാനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 5 മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് അവയവം ദാനം ചെയ്യിപ്പിക്കുക. അതേസമയം ഇത് സ്വീകരിക്കുന്ന ആളിൽ നിന്ന് 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെയാണ് നജീബ് കൈപ്പറ്റിയിരുന്നത് എന്നതാണ്. എന്നിട്ട് തുച്ഛമായ തുക മാത്രം ഈ അവയവം നൽകിയവർക്ക് നൽകിയിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ അവയവം ദാനം നൽകാൻ സമ്മതം അറിയിക്കുന്നവർക്ക് വേണ്ടി വ്യാജരേഖകൾ ഉൾപ്പെടെ തയ്യാറാക്കുന്നു. അതിൽ തന്നെ മന്ത്രിമാരുടേത്, MP-മാരുടേത് ഉൾപ്പെടെയൊക്കെയുള്ള വ്യാജരേഖകൾ ആണ് തയ്യാറാക്കിയിരുന്നത് എന്ന തരത്തിലൊക്കെയുള്ള നിരവധിയായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നജീബുമായി ബന്ധപ്പെട്ട് പോലീസിന് പറയാനുള്ളത് എന്ത് എന്നത് ഏറെ പ്രസക്തമാണ്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ തട്ടിപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ജനങ്ങളുമായി അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.